അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ് എന്ന ചാപ്റ്ററിലെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. നമ്മൾ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ടു ഇമ്പോർട്ടൻറ്റ് പാർട്സ്: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ nervous system. Nervous system consists two parts: central nervous system and peripheral nervous system. This central nervous system includes brain and spinal cord. Central nervous system includes brain and spinal cord. ഈ നെർവസ് സിസ്റ്റത്തിൽ ഈ ബ്രെയിനോ സ്പൈനൽ കോഡിനോ മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാർ വേണം. ആരായിരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്? നെർവ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ നെർവ്സ് ബ്രെയിനോട് ചേർന്ന നെർവ്സ് ഉണ്ട്, സ്പൈനൽ കോഡിനോട് ചേർന്ന നെർവ്സ് ഉണ്ട്. അതിന് നമുക്കൊരു പേര് വിളിക്കാം. ബ്രെയിനെ സഹായിക്കുന്ന നെർവ്സിന് ക്രേനിയൽ നെർവ്സ് എന്ന് വിളിക്കാം. ബ്രെയിനെ സഹായിക്കുന്ന നെർവ്സ് ആണ് ക്രേനിയൽ നെർവ്സ്. സ്പൈനൽ കോഡിനെ സഹായിക്കുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ്. സ്പൈനൽ നെർവ്സ്. ഇവിടെ പറയാം, നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ടു പാർട്ട്: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ബ്രെയിനെ സഹായിക്കുന്ന നെർവ്സ് ആണ് ക്രേനിയൽ നെർവ്സ്. സ്പൈനൽ കോഡിനെ സഹായിക്കുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ്. Cranial nerves 12 pairs ഉണ്ട്. 12 pairs cranial nerves. Spinal nerve 31 pairs. 12 pairs cranial nervesഉം 31 pairs spinal nervesഉം കാണാം. ഇവിടെ പറയാം, nervous system consists two parts: central nervous system and peripheral nervous system. Central nervous system consists brain and spinal cord. Peripheral nervous system consists 12 pairs cranial nerves and 31 pairs spinal nerves. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണ് ബ്രെയിൻ. പ്രധാന ഭാഗമാണ് ബ്രെയിൻ. ഇപ്പൊ ഏറ്റവും പ്രധാന ഭാഗമായതുകൊണ്ട് നമുക്ക് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യണം. ബ്രെയിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറിങ് ഉണ്ട്. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറിങ്, ഇതിനെ നമുക്ക് ക്രേനിയം എന്ന് വിളിക്കാം. ക്രേനിയം. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത കവറിങ് ആണ് cranium. Inside the cranium we can see three-layered membrane. Three-layered membrane. It is called meninges. ഈ മെംബ്രെയിന് പറയുന്ന പേരാണ് meninges. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത കവറിങ് cranium. Inside the cranium we can see meninges. Inside the meninges we can see a fluid. That fluid is called cerebrospinal fluid. CSF എന്ന് പറയും. Cerebrospinal fluid. What is the function of CSF? നിങ്ങൾ നോട്ടൊക്കെ കുറിച്ച് വെക്കണം, നിങ്ങളുടെ റഫ് ബുക്കിലോട്ട് കുറിച്ച് വെക്കുക. What is the function of CSF? അപ്പം ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത് 3 കവറിങ് നമ്മൾ പറഞ്ഞു: ക്രേനിയം, മെനിഞ്ചസ്, CSF. CSFന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ to provide oxygen and nutrients to the tissues of the brain. To provide oxygen and nutrients to the tissues of the brain. രണ്ടാമതായിട്ട് ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ, എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നൊക്കെ ബ്രെയിനിനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് CSFന്റെ ഫംഗ്ഷൻ. ഇതൊക്കെയാണ് ടു പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. രണ്ടാമതായിട്ട് to protect brain from external shock. Then it regulate the pressure inside the brain. Regulate the pressure inside the brain. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത 3 ഭാഗങ്ങളാണ് ക്രേനിയം, മെനിഞ്ചസ്, CSF.
CSF ഫംഗ്ഷൻ നോട്ട് ചെയ്തോളൂ. നമുക്കിനി ഇതിൻ്റെ ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ മതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ റഫായിട്ട് ഞാനൊന്ന് വരയ്ക്കാം. ഇതിന് പ്രധാനമായി 5 ഭാഗങ്ങളാണ് ബ്രെയിനിൽ കാണുന്നു. റഫായിട്ട് വരച്ചതാ, നിങ്ങൾ പിക്ചറൊന്നും അതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 13 ഇതിൻ്റെ പിക്ചറുണ്ട്, അതെടുത്ത് വെക്കുക. ഇതിൻ്റെ ഔട്ടർ ഏറ്റവും വലിയ ഭാഗം, ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് സെറിബ്രം. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. then medulla oblongata, thalamus, hypothalamus. ബ്രെയിനിന് 5 പ്രധാന ഭാഗങ്ങളാണ്: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇങ്ങോട്ട് പറയാം: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഈ ഓരോ ഭാഗത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സെറിബ്രം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബ്രം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ഇങ്ങനെ കാണുന്ന ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ, മടക്കുകളും ചുളിവുകളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ മടക്കുകളും ചുളിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ന്യൂറോണിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. ഈ മടക്കുകളും ചുളിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ന്യൂറോണുകളെ ഉൾക്കൊള്ളാനുള്ള സർഫസ് ഏരിയ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, എക്സെട്ര. സെൻറ്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, മെമ്മറി, എക്സെട്ര. ദെൻ ഇറ്റ് ഇവോക്സ് സെൻസേഷൻ. സെറിബ്രത്തിൻ്റെ ഫങ്ഷനാണ് ഇറ്റ് ഇവോക്സ് സെൻസേഷൻ. എല്ലാ സെൻസ് നടത്തുന്നത്, നമുക്ക് കാണാൻ, കേൾക്കാൻ, സ്പർശനം, ഇതെല്ലാം സെൻസ് അറിയുന്നത് ഈ സെറിബ്രമാണ്. അപ്പോൾ പ്രധാന ഇവോക്സ് സെൻസേഷൻ, മെമ്മറി ഓഫ് തോട്ട്, ഇമാജിനേഷൻ, മെമ്മറി ഓഫ് തോട്ട്, ഇമാജിനേഷൻ, ഇതെല്ലാം സെറിബ്രം നടത്തുന്നു. പിന്നെ വോളണ്ടറി ആക്ഷൻ, എല്ലാ ഐച്ഛിക ചലനങ്ങളെയും, നമ്മുടെ കൈയുടെ ചലനം, കാലിൻ്റെ ചലനം, എല്ലാ വോളണ്ടറി ആക്ഷൻസും നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ്. രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഇതിൻ്റെ അകത്തും ഗ്രൂവ്സ്, ചാലുകളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണും. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. ഈ മദ്യപന്മാരൊക്കെ നമുക്കറിയാം, മദ്യം അകത്തി എന്നാൽ അവർ നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഈ സെറിബെല്ലത്തെ അഫക്റ്റ് ചെയ്യുന്നത്. സെറിബെല്ലം കഴിഞ്ഞപ്പോൾ സെറിബെല്ലം, അത് കഴിഞ്ഞ് അടുത്ത ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇത് റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. സെറിബ്രത്തോട് ചേർന്ന് സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇതെല്ലാം ഇൻവോളണ്ടറി ആക്ഷനും നിയന്ത്രിക്കുന്നത്, റെഗുലേറ്റ് ഓൾ ഇൻവോളണ്ടറി ആക്ഷൻ, പറഞ്ഞാൽ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, എക്സെട്ര, ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. ഇത് നമ്മൾ ഇതിന് തുടർച്ചയായിട്ടാണ് അടുത്ത സ്പൈനൽ കോഡൊക്കെ കാണുന്നത്. മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ തുടർച്ചയായിട്ടാണ് സ്പൈനൽ കോഡ് കാണുന്നത്. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തായി നമുക്ക് കാണുന്ന ഒരു ഭാഗമാണ് തലാമസ്. ഈ തലാമസിനെ നമുക്ക് റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കാം. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന എല്ലാ ഇമ്പൾസിനെയും ഇത് സെൻസർ ചെയ്തിട്ടാണ് സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നത്. എല്ലാ ഇമ്പൾസിനെയും സെറിബ്രത്തിലേക്ക് കടത്തിവിടുകയും തിരിച്ച് സെറിബ്രത്തിൽ നിന്ന് ഇമ്പൾസ് ഈ തലാമസിൽ കൂടിയാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ വഴി സ്പൈനൽ കോഡ് വഴിയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകുന്നത്. തലാമസ്, റിലേ സ്റ്റേഷൻ നമുക്ക് ഇതിനെ വിളിക്കാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ, തലാമസിന് താഴെ കാണുന്നതുകൊണ്ടാണ് അതിനെ ഹൈപ്പോ എന്ന് വിളിക്കുന്നത്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഈ ഹൈപ്പോതലാമസ് ടു മെയിൻറ്റെയിൻ
ഹോമിയോസ്റ്റാറ്റിസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. ആന്തരസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര ബോഡിക്കുള്ളിൽ ചിലപ്പോൾ ഓക്സിജൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും, ചിലപ്പോൾ കുറയും, കാൽസ്യത്തിൻ്റെ അളവ് കൂടും കുറയും. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഹൈപ്പോതലാമസ് പ്രധാന പങ്ക് വഹിക്കുന്നു. ഒന്നുകൂടെ പറയാം, ബ്രെയിൻ സ്ട്രക്ചറാണ് ഫംഗ്ഷനാണ് നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം, മിഡില ഒബ്ലോങ്ങേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇനി നമുക്ക് ഇതിനെ കുറിച്ചൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാം. നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗമായ ബ്രെയിൻ, ദെൻ സ്പൈനൽ കോഡ് ചേർന്ന് കാണുന്ന നെർവുകൾ, ഇത് ക്രേനിയൽ നെർവ്സ് എന്ന് പറയും ഇതിന്. നമ്മൾ പറഞ്ഞല്ലോ ബ്രെയിനോട് ചേർന്ന് കാണുന്ന നെർവാണിത്, ക്രേനിയൽ നെർവ്സ്. പിന്നെ സ്പൈനൽ കോഡിനോട് ചേർന്ന് കാണുന്ന നെർവുണ്ട്, സ്പൈനൽ നെർവ്സ്. അത് 31 പേഴ്സ്. പിന്നെ ബ്രെയിനോട് ചേർന്ന് കാണുന്ന നെർവ്സ് ഉണ്ട്, അതാണ് ക്രേനിയൽ നെർവ്സ്. 12 പേഴ്സ് കാണാം. അതാണ് നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചത്. സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റം, ക്രേനിയൽ നെർവ് 12 പെയർ ക്രേനിയൽ നെർവ്സ് ആൻഡ് 31 പേഴ്സ് സ്പൈനൽ നെർവ്സ്. ബ്രെയിൻ്റെ ഒരു വീഡിയോ പ്രസൻറ്റേഷനാണിത്. ഇതാണ് നമ്മൾ പറഞ്ഞ സെറിബ്രം, ഏറ്റവും വലിയ ഭാഗം. ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ഇതാണ് സെറിബ്രം. ദെൻ അതിൻ്റെ സെറിബ്രത്തിന് താഴെ കാണുന്നതാണ് സെറിബെല്ലം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബ്രം, സെറിബെല്ലം. ഇത് കഴിഞ്ഞ് ഇത് മിഡില ഒബ്ലോങ്ങേറ്റ. ഇതാണ് ഈ റോഡ് ഷേപ്ഡ് സ്ട്രക്ചറാണ് മിഡില ഒബ്ലോങ്ങേറ്റ. സെറിബ്രം, സെറിബെല്ലം, ഇത് റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ മിഡില ഒബ്ലോങ്ങേറ്റ. പിന്നെ ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് തലാമസ് കാണുന്നത്. തലാമസ്, അതിന് താഴെയായിട്ട് ഹൈപ്പോതലാമസ് കാണാം. സെറിബ്രം, സെറിബെല്ലം, മിഡില ഒബ്ലോങ്ങേറ്റ, തലാമസ്, മധ്യഭാഗത്ത് കാണാം തലാമസ്, ഹൈപ്പോതലാമസ്. Most complicated organ of our body. It has 3 major parts: the cerebellum, cerebrum, and brainstem, which is also known as the medulla. The cerebrum is the biggest part of the brain. It controls our senses, our imagination, and our thoughts. So, whatever we see, touch, taste, smell, think, or imagine is controlled by the cerebrum. The second major part is the cerebellum. It is known as the little brain. It controls our motion, balance, and our ability to learn new things. For example, you can walk without falling because of the cerebellum. Also, it helps with learning any new thing. The third major part is the medulla. It is also known as the brain stem. It does a few things, which are called involuntary actions. It controls our digestion, heartbeat, and breathing. These things happen automatically in our body. We don't have to put any effort here. So now you know about the brain. Can you remember it all? Good. The cerebrum is in charge of sensing, thinking, and imagination. Wow, you're right. The cerebellum is also responsible for muscle movement and control, and it also helps us in learning. Great. You're right about the medulla also. It is running our body from the inside. Now, do you want to learn about the peripheral nervous system? The peripheral nervous system is made up of many nerves, which are present throughout the body. The peripheral nervous system has 2 functions. Some nerves receive information, like when you taste something. These messages are carried to the brain by these nerves. The nerves which take the message from senses to the brain are called sensory nerves. Other nerves carry messages from the brain to the body. These are called motor nerves. They carry instructions from the brain to the body on what action to take. Like, for example, if you were eating chili, which the brain told you was bitter. So now you're doing a spitting action. All nerves are made up. പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വർക്കായിട്ട് നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ സയൻസ് ഡയറി വരയ്ക്കുക. നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം.